നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് വമ്പന്മാരായ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഈ സമ്മർ ട്രാൻസ്ഫർ ജാലകത്തിൽ പല പ്രധാനപ്പെട്ട താരങ്ങളെയും സ്വന്തമാക്കിയിട്ടുണ്ട്. സ്ട്രൈക്കർ പൊസിഷനിലേക്ക് സിർക്സിയെ അവർ കൊണ്ടുവന്നിരുന്നു. അതുപോലെ തന്നെ പ്രതിരോധ നിരയിലേക്കാണ് അവർ കൂടുതൽ മെച്ചപ്പെട്ട താരങ്ങളെ കൊണ്ടുവന്നിട്ടുള്ളത്. ലെനിയോറോ, ഡിലൈറ്റ്, മസ്റോയി തുടങ്ങിയ സൂപ്പർ താരങ്ങളെ അവർ സ്വന്തമാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ PSG-യുടെ ഉറുഗ്വൻ സൂപ്പർ താരമായ മാനുവൽ ഉഗാർത്തയെ കൂടി കൊണ്ടുവരാനുള്ള ശ്രമങ്ങളിലാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഉള്ളത്. അതിനിടെ ഒരു വണ്ടർ കിഡിനെ കൂടി യുണൈറ്റഡ് സ്വന്തമാക്കി കഴിഞ്ഞു. 18 വയസ്സ് മാത്രമുള്ള മാലി ഇൻ്റർനാഷണൽ സീക്കു കോനെയാണ് ഇപ്പോൾ അവർ സ്വന്തമാക്കി കഴിഞ്ഞിട്ടുള്ളത്. മാലി ക്ലബ്ബായ ഗിഡാൾസിന് വേണ്ടിയായിരുന്നു അദ്ദേഹം ഇതുവരെ കളിച്ചിരുന്നത്. ആഫ്രിക്കയിലെ തന്നെ ഏറ്റവും മികച്ച താരങ്ങളിൽ ഒരാളായിക്കൊണ്ട് വിലയിരുത്തപ്പെടുന്ന താരമാണ് കോനെ. ഡിഫൻസീവ് മിഡ്ഫീൽഡർ പൊസിഷനിലാണ് താരം കളിക്കുന്നത്. മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ കൂടാതെ ലിവർപൂൾ, അതുപോലെ തന്നെ വോൾവ്സ് തുടങ്ങിയവരൊക്കെ ഈ താരത്തിന് വേണ്ടി ശ്രമിച്ചിരുന്നു. പക്ഷേ അത് ഫലം കണ്ടിരുന്നില്ല. യുണൈറ്റഡ് അവരെ എല്ലാം മറികടക്കുകയായിരുന്നു. കഴിഞ്ഞ വർഷം നടന്ന അണ്ടർ-17 വേൾഡ് കപ്പിൽ പങ്കെടുത്ത ഈ താരം സ്ഥിരതയാർന്ന പ്രകടനം നടത്തിയിരുന്നു. മാലി ആ ഒരു വേൾഡ് കപ്പിൽ 3-ാം സ്ഥാനത്തായിരുന്നു ഫിനിഷ് ചെയ്തിരുന്നത്. എന്നാൽ ഈ താരത്തെ യുണൈറ്റഡ് നേരിട്ട് സീനിയർ ടീമിലേക്കല്ല കൊണ്ടുവരുന്നത്, മറിച്ച് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ അണ്ടർ-21 ടീമിനോടൊപ്പമാണ് അദ്ദേഹം കളിക്കുക. ഭാവിയിലെ യായ ടുറെ എന്ന ഒരു വിശേഷണം കൂടി ലഭിച്ചിട്ടുള്ള താരമാണ് ഇദ്ദേഹം. ഏതായാലും യൂറോപ്യൻ സാഹചര്യങ്ങളോട് അദ്ദേഹം ഏത് രൂപത്തിലാണ് പൊരുത്തപ്പെടുന്നത് എന്നതൊക്കെ കാത്തിരുന്നു കാണേണ്ട കാര്യമാണ്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. കൊണ്ടും കാണാം.